നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. ESIയിൽ ജോലി അവസരങ്ങൾ വന്നിട്ടുണ്ട്. കൊല്ലത്താണ് കൂടുതൽ അവസരങ്ങളുള്ളത്. വാർത്ത ഇങ്ങനെയാണ്. കൊല്ലം ESI ആശുപത്രിയിൽ സൂപ്പർ സ്പെഷ്യലിസ്റ്റ്, സീനിയർ റെസിഡന്റ് തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു. ആകെ 14 ഒഴിവുകളാണുള്ളത്. മെയ് 6 പുറത്തിറങ്ങിയ ഔദ്യോഗിക വിജ്ഞാപന പ്രകാരം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് മെയ് 15 അഭിമുഖത്തിൽ പങ്കെടുക്കാം. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ കൊല്ലം ആശുപത്രിയുടെ പരസ്യം നമ്പർ 3/2026 പ്രകാരം കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. മെഡിക്കൽ ഓങ്കോളജിയിൽ ഒരു സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ഒഴിവുണ്ട്. സ്പെഷ്യലിസ്റ്റ് വിഭാഗത്തിൽ പൾമനോളജി, ജനറൽ മെഡിസിൻ, ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി, ആക്സിഡന്റ് ആൻഡ് എമർജൻസി, റേഡിയോളജി, ഒഫ്താൽമോളജി, സൈക്യാട്രി എന്നിവിടങ്ങളിൽ ഓരോ തസ്തിക വീതമാണ് ഒഴിവുകളുള്ളത്. സീനിയർ റെസിഡന്റ് വിഭാഗത്തിൽ ബയോകെമിസ്ട്രി, ജനറൽ മെഡിസിൻ, ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, റേഡിയോളജി, ICU എന്നിവയിൽ ഓരോ ഒഴിവുകൾ വീതം 6 തസ്തികകളുണ്ട്. ഈ 3 വിഭാഗങ്ങളിലായി ESIC ആശുപത്രിയിൽ മൊത്തം 14 ഒഴിവുകളിലേക്ക് നിയമനം നടക്കും. സൂപ്പർ സ്പെഷ്യലിസ്റ്റ് തസ്തികകളിലേക്ക് പരമാവധി 69 വയസ്സും സീനിയർ റെസിഡന്റ് തസ്തികയിലേക്ക് പരമാവധി 45 വയസ്സുമാണ് പ്രായപരിധി. സംവരണ വിഭാഗങ്ങൾക്ക് സർക്കാർ നിയമപ്രകാരം പ്രായപരിധിയിൽ ഇളവുണ്ട്. സൂപ്പർ സ്പെഷ്യലിസ്റ്റ് യോഗ്യത 1956 ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ടിൻ്റെ അംഗീകൃത മെഡിക്കൽ യോഗ്യതയും ബന്ധപ്പെട്ട സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ MCH, DM, DNB അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുമാണ് ആവശ്യം. സ്പെഷ്യലിസ്റ്റ് തസ്തികയ്ക്ക് TCMC രജിസ്ട്രേഷനോട് കൂടിയ MBBS ബിരുദവും ബന്ധപ്പെട്ട സ്പെഷ്യാലിറ്റിയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദമോ DNBയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ ആവശ്യമാണ്. മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ നിർബന്ധം. ICU സ്പെഷ്യലിസ്റ്റിന് അനസ്തേഷ്യ, ജനറൽ മെഡിസിൻ, പൾമനോളജി, ക്രിട്ടിക്കൽ കെയർ എന്നിവയിൽ PG ബിരുദമോ ഡിപ്ലോമയോ ഉണ്ടായിരിക്കണം. ബിരുദധാരികൾക്ക് 3 വർഷത്തെയും ഡിപ്ലോമക്കാർക്ക് 5 വർഷത്തെയും പ്രവൃത്തി പരിചയം നിർബന്ധമാണ്. സീനിയർ റെസിഡന്റ് തസ്തികയിലേക്ക് TCMC രജിസ്ട്രേഷനോട് കൂടിയ MBBS ബിരുദവും ബന്ധപ്പെട്ട സ്പെഷ്യാലിറ്റിയിൽ PG ബിരുദമോ ഡിപ്ലോമയോ ഉണ്ടായിരിക്കണം. കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനും നിർബന്ധമാണ്. ശമ്പള വിവരങ്ങൾ തസ്തിക അനുസരിച്ച് വ്യത്യാസപ്പെടും. ഫുൾ ടൈം സൂപ്പർ സ്പെഷ്യാലിസ്റ്റിന് പ്രതിമാസം ഏകദേശം 2 ലക്ഷം രൂപ, പാർട്ട് ടൈം സൂപ്പർ സ്പെഷ്യലിസ്റ്റിന് 1 ലക്ഷം രൂപ എന്നിങ്ങനെയാണ് പ്രതിമാസം സാലറി വരുന്നത്. അടിയന്തര സാഹചര്യങ്ങളിൽ സന്ദർശനം നടത്തുന്ന പക്ഷം 20,000 രൂപ അധികമായി ലഭിക്കും. 16 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യേണ്ടി വന്നാൽ ഓരോ മണിക്കൂറിനും 1,200 രൂപ അധികമായി ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇത് ബന്ധപ്പെട്ട അധികാരികളുടെ തീരുമാനത്തിന് വിധേയമായിരിക്കും. ഈ അധിക വേതനം പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം ലഭ്യമാകും. ഫുൾ ടൈം സ്പെഷ്യലിസ്റ്റിന് പ്രതിമാസം ഏകദേശം 1,40,817 രൂപയാണ് ശമ്പളം. പാർട്ട് ടൈം സ്പെഷ്യലിസ്റ്റിന് 60,000 രൂപ പ്രതിമാസം ലഭിക്കും. അടിയന്തര ഘട്ടങ്ങളിൽ സന്ദർശനത്തിനായി 15,000-ലധികം രൂപ ലഭിക്കും. 16 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യുമ്പോൾ ഓരോ അധിക മണിക്കൂറിനും 800 രൂപ ലഭിക്കും. ഇത് അധികാരിയുടെ അംഗീകാരത്തിന് വിധേയമാണ്. സീനിയർ റെസിഡന്റ് തസ്തികയിലേക്ക് PG ബിരുദധാരികൾക്ക് ഏകദേശം 1,40,817 രൂപ ശമ്പളമുണ്ട്. ഡിപ്ലോമധാരികളായ സീനിയർ റെസിഡന്റുമാർക്ക് ഈ തുകയിൽ നിന്ന് 1,350 രൂപ കുറവുണ്ടാകും. അപേക്ഷാ ഫീസ് പൊതുവിഭാഗം OBC ഉദ്യോഗാർത്ഥികൾക്ക് 250 രൂപയും SC/ST വിഭാഗക്കാർക്ക് 50 രൂപയുമാണ്. വനിതാ ഉദ്യോഗാർത്ഥികൾക്കും ഭിന്നശേഷിക്കാർക്കും ഫീസ് ബാധകമല്ല. ഫീസ് അടയ്ക്കേണ്ട രീതി വിജ്ഞാപനത്തിൽ വ്യക്തമാക്കും. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം ശ്രദ്ധാപൂർവം വായിച്ച് യോഗ്യതാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തിയ ശേഷം മാത്രം അഭിമുഖത്തിൽ പങ്കെടുക്കുക. യോഗ്യത, ഒഴിവുകളുടെ വിതരണം, ശമ്പളം, തെരഞ്ഞെടുപ്പ് പ്രക്രിയ, പ്രധാന തീയതികൾ, അപേക്ഷാ നിർദ്ദേശങ്ങൾ ഇവയെക്കുറിച്ചെല്ലാമുള്ള പൂർണ്ണ വിവരങ്ങൾ വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അഭിമുഖത്തിൽ പങ്കെടുക്കുന്നവർ വിജ്ഞാപനത്തിൽ പറയുന്ന റിപ്പോർട്ടിംഗ് സമയത്ത് തന്നെ അഭിമുഖ വേദിയിൽ എത്തേണ്ടതാണ്. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ നേരത്തെ എത്താൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഭിമുഖത്തിനായി തിരിച്ചറിയൽ കാർഡ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം ആവശ്യമെങ്കിൽ അത്, കാറ്റഗറി സർട്ടിഫിക്കറ്റുകൾ ഇവയുടെ എല്ലാം അസൽ രേഖകളും ഒരു സെറ്റ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും കൈവശം വയ്ക്കണം. വിജ്ഞാപനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പൂരിപ്പിച്ച അപേക്ഷാ ഫോമും അധിക പാസ്പോർട്ട് വലിപ്പമുള്ള ഫോട്ടോകളും കയ്യിൽ കരുതാൻ മറക്കരുത്. തെരഞ്ഞെടുപ്പ് അഭിമുഖത്തിലൂടെയായിരിക്കും നടക്കുക. ഉദ്യോഗാർത്ഥികളുടെ യോഗ്യത, പ്രവൃത്തി പരിചയം, അഭിമുഖത്തിലെ പ്രകടനം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് തെരഞ്ഞെടുപ്പ്. കൊല്ലം ESIC ആശുപത്രിയിൽ കൊല്ലം ജില്ലയിലെ ഏഴുകോണിൽ പിൻകോഡ് 691505 സ്ഥാപനം ഉള്ളത്. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.